മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി വെടിമരുന്ന് ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന് വിള്ളൽ. ഇന്ന് ഉച്ചയ്ക്കാണ് വീടിന് മുന്നിലെ പാറ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വെടിമരുന്ന് ഉപയോഗിച്ച് പൊട്ടിച്ചത്. ചപ്പാത്ത് ആലടി എടപ്പോക്കിൽ ഭാസ്കരൻ നായരുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. ചപ്പാത്ത് കട്ടപ്പന മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. റോഡ് നിർമ്മാണം തുടക്കം മുതൽ ഇഴഞ്ഞാണ് നീങ്ങിയത്. വേനൽക്കാലത്ത് ഒട്ടും വേഗതയില്ലാതെയാണ് നിർമ്മാണം നടത്തിയത്. വീടിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ശേഷമാണ് അതിന് മുന്നിലായി നിന്ന പാറ പൊട്ടിക്കാൻ ഇന്ന് രാവിലെ കുഴിയെടുത്തത്. കെമിക്കൽ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുമെന്ന് ഭാസ്കരൻ നായർ ഉറപ്പു നൽകി. ഇവരുടെ വാക്കു വിശ്വസിച്ച ഭാസ്കരൻ നായർ കടയിൽ പോവുകയും ചെയ്തു. ഇതിനിടയിൽ ഇയാളുടെ വീട്ടിലേക്ക് കയറുന്ന പടവുകൾ JCB ഉപയോഗിച്ച് നീക്കുകയും ചെയ്തു. JCB പണിത് സ്വകാര്യ കേബിൾ കമ്പനിയുടെ കേബിൾ നശിപ്പിച്ചു. 12 മണിയോടെയാണ് പാറ പൊട്ടിച്ചത്. ആരും കാണാതിരിക്കാൻ മണ്ണിട്ട് മൂടുകയും ചെയ്തു. ഒരു കാരണവശാലും വെടിവെക്കരുതെന്നും കെമിക്കൽ ഒഴിച്ച് പൊട്ടിക്കണമെന്നും പറഞ്ഞതാണ്. അങ്ങനെ ചെയ്യുവോളെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ ഭയങ്കരമായ വെടിയങ്ങോട്ട് വെച്ചുകൊണ്ട് പെര കുലുങ്ങുകയും പൊട്ടുകയും ചെയ്തു. കയറി വരുന്ന നട അവിടെ മണ്ണെടുത്ത് വീട്ടിലേക്ക് കയറാൻ വയ്യാത്ത അവസ്ഥയാക്കി. അതുപോലെ ഈ TV ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കേബിള് JCBക്കാരൻ പൊട്ടിച്ച് കളഞ്ഞു. അങ്ങനെ ഭയങ്കരമായ നഷ്ടവും ഭയങ്കരമായ പ്രശ്നം. രാത്രികാലങ്ങളിലൊന്നും വീട്ടിലേക്ക് കയറി വരാൻ പറ്റുകയാണ്. വലിയ ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന ഭാസ്കരൻ നായരുടെ ഭാര്യയും മകളും വീടിന് പുറത്തേക്ക് ഓടുകയും ചെയ്തു. വീടിന് വിവിധ സ്ഥലങ്ങളിൽ വിള്ളൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അനാസ്ഥാപനമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഒരു പരിപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ള സത്യമാണ് ഉള്ളത്. ആ റോഡിൻ്റെ ഭാഗത്ത് ഇപ്പം ഇവിടെ ചപ്പാത്ത് പാലം ഇവിടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അവർ ഒരു ആത്മാർത്ഥത കാണിക്കുന്നില്ല. അത് ചപ്പാത്ത് ദേശം എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണെന്നും അറിയില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഭിന്നിപ്പിച്ച് വിടുന്നതാണെന്ന് ശരി. ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല. അവരുടെ ആവശ്യം നമ്മുടെ നാട് നന്നാകല്ലേ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ്. ചപ്പാത്ത് മുതൽ നരിയമ്പാറ വരെ സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലേക്ക് കയറുന്ന വഴിയും പടവുകളും പൊളിച്ചു നീക്കിയിരുന്നു. പുനർനിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകിയാണ് ഇവയെല്ലാം പൊളിച്ചു നീക്കിയത്. എന്നാൽ 3 വർഷത്തോളം കഴിഞ്ഞിട്ടും കരാറുകാരൻ വാക്കുപാലിച്ചിട്ടില്ല. ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണ പ്രവർത്തനം കാരണം സ്വകാര്യ വ്യക്തികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ മഴക്കാലത്ത് നിർമ്മാണം പൂർത്തിയാകില്ല. ചെളിയിൽ നീന്തേണ്ട ഗതികളിലാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവരും നാട്ടുകാരും. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച നിർമ്മാണമാണ് നടത്തുന്നതെന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അംഗം M വർഗീസ് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.